അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റബീഉൽ അവ്വലിൽ പറയാൻ പറ്റിയ ഒരു മനോഹരമായ കഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാം സാഹോദര്യ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ചരിത്ര സംഭവം കഥയാക്കി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സത്യമന്വേഷിച്ച് ഒരുപാട് നാടുകൾ അലഞ്ഞ് അവസാനം മദീനയിൽ വന്ന് ഒരു യഹൂദന്റെ അടിമയായി മാറിയ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, മദീനയിലെ കത്തുന്ന വെയിലിൽ ആ യഹൂദന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ കൊടും പീഡനങ്ങൾ സഹിച്ച് ജോലി ചെയ്യേണ്ടി വന്ന സൽമാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയിരിക്കെയാണ് മദീനയിലേക്ക് കാരുണ്യക്കടലായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ വരുന്നത്. പ്രവാചകർ തങ്ങളെ കണ്ട മാത്രയിൽ തന്നെ വേദഗ്രന്ഥങ്ങളിൽ താൻ വായിച്ച പ്രവാചകനാണ് ഇത് എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടു. ഉടൻ തന്നെ പ്രവാചകർ തങ്ങളിൽ വിശ്വസിച്ചു. എന്നാൽ അടിമയായതിനാൽ മുത്തുനബി തങ്ങളുടെ സദസ്സിൽ എല്ലാ ദിവസവും വന്നിരിക്കാനോ കൂടെ നടക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അതൊരു വലിയ സങ്കടമായിരുന്നു. ആ സങ്കടം മനസ്സിലാക്കിയ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം പറഞ്ഞു, സൽമാൻ, നീ നിന്റെ യജമാനനോട് പോയിട്ട് നിന്റെ മോചനദ്രവ്യം എഴുതാൻ ആവശ്യപ്പെടുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം കേട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ ജൂത യജമാനന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് മോചിപ്പിക്കാൻ ആവശ്യമായ കരാർ എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിയായി ദേഷ്യമുള്ള ആ ജൂതനായ യഹൂദനായ മനുഷ്യൻ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് ഒരിക്കലും മോചിപ്പിക്കപ്പെടാൻ കഴിയാത്ത വിധമുള്ള കരാറാണ് എഴുതിയത്. അയാൾ പറഞ്ഞു, നിനക്ക് മോചനം വേണമെങ്കിൽ നീ എനിക്ക് 300 ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിച്ചു തരണം. അത് വളർന്ന് വലുതായത് കായായി നിൽക്കണം. അതുപോലെ 40 ഓക്കിയ സ്വർണവും നൽകണം. ഒരു അടിമയായ സൽമാൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണത്. ഒരൊറ്റ ഈത്തപ്പന മരം തന്നെ വളർന്നു വലുതാകാൻ വർഷങ്ങൾ എടുക്കും. അങ്ങനെ 300 ഈത്തപ്പന മരങ്ങൾ വളർന്നു വലുതായി അതിൽ ഈത്തപ്പഴം ഉണ്ടാകുന്ന കാലം എത്ര കഴിയണം? ഈ വിവരം കേട്ട കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുക. ഓരോ സ്വഹാബാക്കളും 10, 20, 30, 50 ഒക്കെ ഈത്തപ്പന തൈകൾ കൊണ്ടുവന്നു. അതിനുശേഷം നബി തങ്ങൾ സൽമാൻ തങ്ങളോട് പറഞ്ഞു, സൽമാൻ, നീ പോയി ഈ ഈത്തപ്പന തൈകൾ നടാനുള്ള കുഴികൾ തയ്യാറാക്കുക. സൽമാൻ ഫാരിസ് തങ്ങൾ വലിയ സന്തോഷത്തോടു കൂടെ പോയി 300 ഈത്തപ്പന തൈകൾ നടാനുള്ള കുഴികൾ അദ്ദേഹം സ്വന്തമായി കുഴിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമയമാകുമ്പോൾ എന്നെ അറിയിക്കുക. ഒരു തൈ പോലും ഞാനല്ലാതെ മറ്റൊരാളും അവിടെ നടാൻ പാടില്ല. സൽമാൻ റളിയല്ലാഹു തആല അൻഹു കുയ്യൊക്കെ കുഴിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, 300 ഈത്തപ്പന തൈകൾ കുഴിച്ചിടാനുള്ള കുഴികൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിലേക്ക് പോയി തന്റെ കൈ കൊണ്ട് 300 തൈകളും നട്ടു. സ്വഹാബത്ത് മണ്ണിട്ടു, വെള്ളമൊഴിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് നട്ടുവെച്ച ആ ഈത്തപ്പന മരങ്ങൾ അതൊരു അത്ഭുതമായി മാറി. മുത്തുനബിയുടെ വലിയൊരു മുഅ്ജിസത്തായി മാറി. ആ 300 ഈത്തപ്പന തൈകളിൽ ഒന്നുപോലും കേടുവന്നു പോയില്ല, ഉണങ്ങിപ്പോയില്ല. ആ വർഷം തന്നെ ആ ഈത്തപ്പന തൈ വളർന്നു വലുതായി, അതിൽ ഈത്തപ്പഴമുണ്ടായി. ഇനി ബാക്കിയുള്ളതൊരു 40 ഓക്കിയ സ്വർണമാണ്. അത് നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഇടയിലാണ് ഒരു യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ ഒരു കോയിമുട്ടയോളം വലിപ്പമുള്ള സ്വർണത്തിന്റെ കട്ട ലഭിക്കുകയും അത് സൽമാൻ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് പോയി നീ നിന്റെ കടം വീട്ടുക. സൽമാൻ തങ്ങൾ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഇത്രയും ചെറിയ സ്വർണ്ണക്കട്ടി എങ്ങനെയാണ് 40 ഊക്കിയ ഉണ്ടാവുക? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഇത് കൊണ്ടുപോവുക, അള്ളാഹു ഇതിൽ ബറക്കത്ത് നൽകും. അത്ഭുതമെന്ന് പറയട്ടെ, ആ സ്വർണ്ണക്കട്ടി യഹൂദന്റെ കയ്യിൽ നൽകിയപ്പോൾ അയാളത് തൂക്കു നോക്കുമ്പോ 40 ഊക്കിയ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദുഷ്ടനായ യജമാനന്റെ കരങ്ങളിൽ നിന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അടിമത്തത്തിൽ നിന്ന് മോചിതനാവുകയാണ്.
സ്വതന്ത്ര മനുഷ്യനായി പ്രവാചകർ തങ്ങളുടെ തണലിലേക്ക് ചേർന്ന് നിന്നു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരസ്പര സഹായം, ഒരു സഹോദരൻ വിഷമിക്കുമ്പോ ഒപ്പം നിൽക്കാനും സഹായിക്കാനും നമ്മൾ തയ്യാറാവണം. അതാണ് ഈ കഥയിലെ ഒന്നാമത്തെ ഗുണപാഠം. തീർന്നില്ല, ഇനിയും ഈ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളേറെയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന്, അവിടെ പ്രയാസങ്ങളിൽ എങ്ങനെ കൂടെ നിന്നുവെന്നും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നേതാവ് എങ്ങനെയാവണമെന്ന ഒരു പാഠം ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നില്ല, ഇനിയുമുണ്ട്. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അസാധ്യമായ കാര്യങ്ങൾ വരെ സാധ്യമാകും. ആ പാഠവും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ആവശ്യപ്പെട്ടുകൊണ്ട്, നാം പരസ്പരം സഹോദരങ്ങളാണ്. മറ്റുള്ളവന്റെ പ്രയാസത്തിൽ ചേർന്ന് നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.